ശരി, ശ്രീ കെ സോമൻ, ഇന്ന് സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ NSSും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വീണ്ടും പഴയതുപോലെയാകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സംഘപരിവാർ ശക്തികളുടെ കാര്യമാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. സംഘപരിവാറിനെ എന്നും അകറ്റി നിർത്തിയിട്ടുള്ളവരാണ് NSS എന്ന്. അതിനുള്ള മറുപടി നൽകേണ്ടത് BJP നേതാക്കളാണ്. മഞ്ജുഷേ, ഈ ചർച്ചയിലെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. NSSന്റെ പാരമ്പര്യത്തെ സംബന്ധിച്ച് കേരളത്തിനറിയാം. NSSന്റെ പ്രവർത്തകർക്കും ആ സമൂഹത്തിനും നല്ല ബോധ്യമുണ്ട്. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം. ശരി. NSSന്റെ സാഹചര്യവും ചരിത്രവും അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറച്ചുവെക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമം കേരളത്തിൽ വിലപ്പോവില്ല. എന്താണ് NSSന്റെ ചരിത്രം? RSSുമായി ബന്ധപ്പെട്ട് വിശ്വവിഖ്യാതമായിട്ടുള്ള വിവേകാനന്ദ പാറ, ഇന്ന് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആളുകൾ, വരുന്ന ആളുകൾ വളരെ ആകർഷകമായി സന്ദർശിക്കുന്ന ഒരു കേന്ദ്രമാണല്ലോ, നമ്മുടെ നാടിന്റെ അഭിമാനമാണല്ലോ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ. അതിന്റെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്നത് ഏകനാഥ റാനഡെ എന്ന RSSകാരനാണ്. ആ RSSകാരന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ആരെന്നറിയാമോ? ബഹുമാനപ്പെട്ട മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി മന്നത്ത് പത്മനാഭനാണ് വിവേകാനന്ദ പാറയുടെ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത്. ഇത് RSSന് NSSുമായിട്ടുള്ള ബന്ധമാണ് എന്ന് VD സതീശൻ പറയാതെ NSSുമായി ബന്ധപ്പെട്ട സമൂഹത്തിന് അത് നല്ല ബോധ്യമുണ്ട്. ഒന്ന്. രണ്ട്, NSSന്റെ സമുദായ സംഘടനാ സംവിധാനത്തെ കുറിച്ച് പഠിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള കരയോഗങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ധാരാളമുണ്ടെന്നേ. RSSന്റെയും BJPയുടെയും ഒക്കെ ധാരാളം ആളുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനകത്തിൽ അഭിമാനം കൊള്ളുന്ന വലിയ ഒരു കൂട്ടം ആളുകൾ RSSലുണ്ട്, BJPയിലുണ്ട്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ ഇടയിലുണ്ട്. NSS ഇപ്പം എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഗുണം ചെയ്യില്ല. ആ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനത്തോടെ അംഗീകരിക്കുകയാണ്. മന്നം ജയന്തി സമ്മേളനത്തിന് ആരെ വിളിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം NSSനുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ആദരവോടെ തന്നെയാണ് അംഗീകരിക്കുന്നത്. പക്ഷെ നമ്മുടെ അനുഭവത്തിന്റെ സാക്ഷ്യം പരിശോധിച്ചാൽ മന്നം സമാധിക്ക് കഴിഞ്ഞ തവണ അവിടെ പ്രഭാഷകനായി ബഹുമാനപ്പെട്ട ശശി തരൂർ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താണ് തിരുവനന്തപുരം ലോക്സഭയിൽ സംഭവിച്ചത്? അദ്ദേഹം ജയിച്ചു. അദ്ദേഹം അവിടെ നിരന്തരമായി MP ആയിരിക്കുന്ന ഒരു നേതാവിനെ ഒരു 28 ദിവസം കൊണ്ട് വന്ന ഒരു ഞങ്ങളുടെ നേതാവ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് ഏത് നിലയിലാണ് പ്രതിരോധിക്കാൻ കഴിഞ്ഞതെന്ന് കണ്ടല്ലോ. അപ്പോ അവിടെ ശശി തരൂര് മന്നം സമാധിയിൽ പോയിട്ട് അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കാളിയായി എന്നുള്ളത് കൊണ്ടുള്ള നേട്ടം തിരുവനന്തപുരത്ത് ഉണ്ടായോ? പക്ഷേ NSS അങ്ങനെ ഒരിക്കലും BJP സപ്പോർട്ട് ചെയ്തിട്ടില്ല. NSS അങ്ങനെ പറഞ്ഞിട്ടില്ല BJPയെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന്. NSS BJPയെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാന്നേ. NSSന്റെ ചരിത്രം പേറി നടക്കുന്ന ആ സമുദായത്തിലെ അംഗങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടെന്നേ. ഇന്ന് നമ്മള് ഭരണഘടനയുമായി ബന്ധപ്പെട്ടും ലോക്സഭയിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന പേരുകളിൽ പ്രധാനിയായിട്ടുള്ള വീരവിനായക ദാമോദര സവർക്കർ, ആ സവർക്കർക്ക് NSS കൊടുത്തിട്ടുള്ള സ്വീകരണം, അവിടെ സവർക്കറുടെ പ്രഭാഷണം, NSSന്റെ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് മന്നത്തിന്റെ ഡയറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീരോചിതമായ സ്വീകരണം, ആഡംബരത്തോടെയുള്ള സ്വീകരണം വീര സവർക്കർക്ക് ഒരുക്കി കൊടുത്ത പശ്ചാത്തലമുള്ള സംഘടനയാണെന്നേ NSS. നോക്കൂ, ചങ്ങനാശ്ശേരിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്താണ് പേര്? NSS ഹിന്ദു കോളേജ് എന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന നിലയ്ക്കല്ല ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും NSSുമായി ചേർന്ന് നിൽക്കുന്നതും NSSന്റെ പ്രവർത്തനങ്ങളോടെ താതാത്മ്യം പ്രാപിച്ചു പോകുന്നതും അതിനെ സ്വാഗതം ചെയ്യുന്നതുമെല്ലാം തന്നെ അത് അവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമല്ല, ബഹുമാനനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതുപോലെ കേരളത്തിൽ KC വേണുഗോപാൽ നയിക്കുന്ന പ്രബലമായ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന്. ബഹുമാനായ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവിനൊപ്പം കേരളത്തിലെ എത്ര കോൺഗ്രസുകാരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ബഹുമാനായ ശ്രീ ശ്രീകുമാർ സാർ പറയട്ടെ. പ്രമുഖരായ നേതാക്കന്മാർ, എണ്ണപ്പെട്ട നേതാക്കന്മാരെല്ലാം ഒഴുകി മാറി അകന്നു പോകുന്ന സാഹചര്യമുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി അദ്ദേഹം ഇവിടെ ചില MLA മാരുടെയൊക്കെ പേര് പറഞ്ഞു, അവരുണ്ടായേക്കാം.
പക്ഷേ അണികളിൽ ധാരാളം പേർ, പ്രമുഖന്മാരായിട്ടുള്ള അനവധി പേർ, ഞാനിവിടെ പേര് പറയുന്നത് ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ട് പ്രമുഖ നേതാക്കന്മാരുടെ പേരുകൾ പറയുന്നില്ല, കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും KSUവിലും എല്ലാം പ്രവർത്തിക്കുന്ന നിരവധിയായ നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന്റെ വൈഭവകാലത്ത് ആനുകൂല്യം നേടിയ നിരവധി പേർ അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി KC വേണുഗോപാലിന്റെ ചേരിയിൽ ചേക്കേറിയതിന്റെ നിരാശ ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഒന്ന്. മറ്റൊന്ന്, ശ്രീമാൻ VD സതീശൻ നയിക്കുന്ന ഒരു പ്രത്യേകമായ രാഷ്ട്രീയം കേരളത്തിലുണ്ടല്ലോ. പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ശ്രീമാൻ VD സതീശൻ നേതൃത്വം കൊടുക്കുകയാണ്. സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് അവരെ പരിഹസിക്കുന്ന ശ്രീമാൻ VD സതീശൻ പോയിട്ടുള്ള സങ്കേതങ്ങൾ പരിശോധിച്ചാൽ എവിടെയൊക്കെയാണ്? കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്തുണയോടെ പാലക്കാട് അടക്കം വിജയം നേടി. ആ വിജയത്തിന്റെ തിളക്കത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുമ്പോ സതീശൻ അപ്പുറത്തേക്കൊരു നേതാവ് കേരളത്തിൽ കോൺഗ്രസിലുണ്ട് എന്ന് NSSും SNDPയും വിളംബരം ചെയ്യുകയാണ്. ആ വിളംബരം RSSന് നാളെ ദോഷകരമായി വരുമെന്ന് VD സതീശൻ പറയുമ്പം അതിന്റെ പിന്നിലും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രീണനമുണ്ട്. അവരെ ഒന്ന് ഞാൻ പറയുന്നില്ല, BJPക്ക് ദോഷകരമായി വരിക തന്നെ ചെയ്യുമല്ലോ. കാരണം ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ് NSSുമായിട്ട് വീണ്ടും അടുക്കുന്നത്, അല്ലെ? അദ്ദേഹം അധികം വൈകാതെ തന്നെ ഒരു ഗ്രൂപ്പിന്റെ മേധാവിത്വത്തിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ അധികാരമില്ലാത്തയാളും പിന്തുണ കുറഞ്ഞയാളുമായതുകൊണ്ട് ആ ഗ്രൂപ്പിലേക്ക് ആകർഷകരായ ആളുകൾ വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ NSSന്റെ കൂടി സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ കൂടി വന്നേക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം.